ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ സഹോദരൻ ഷാജി ശാമുവേൽ. വീണ്ടും ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം നിങ്ങൾക്കും കേൾക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് നൽകിയിരിക്കുന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപകടവും അനർത്ഥവുമായ ഈ ലോകത്തിൽ നശിച്ചു പോകാതെ കർത്താവ് തൻ്റെ ഉള്ളം കരത്തിൽ എന്നെയും നിങ്ങളെയും കാത്തു പരിപാലിച്ചിരിക്കയാൽ സർവശക്തനായ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നു. ഇന്ന് നാം ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ഒരു വേദഭാഗം 1 ദിനവൃത്താന്തം 29 അധ്യായം അതിൻ്റെ 5-ാം വാക്യം. 1 ദിനവൃത്താന്തം 29 അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളും ആകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയും ഇല്ല. ഈ വേദഭാഗത്തെ ഈ വാക്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്, ഈ വാക്യങ്ങൾ പറഞ്ഞത് ദാവീദ് രാജാവാണ്. ഈ വാക്യങ്ങളെ സ്വയം ഉച്ചരിച്ചത് ദാവീദ് രാജാവ് പറയുകയാണ്, ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ, ഞങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ, അതായത് അബ്രഹാം, മോശ, യോസെഫ്, ഇങ്ങനെ തുടങ്ങി മുമ്പാകെയുള്ള സകല പിതാക്കന്മാരെയും പോലെ ഞങ്ങൾ പരദേശികളാണ്, അതിഥികളാണ്. അതായത് അബ്രഹാം ഈ ലോകത്തിൽ ജനിച്ചു, എന്നാൽ ഒരു ദിവസം അദ്ദേഹം മരിച്ചു. ഈ ലോകത്തിൽ അദ്ദേഹം ഒരു പരദേശിയായിരുന്നു, ഒരു അതിഥിയായിരുന്നു. മോശ ജനിച്ചു, ഈ ലോകത്തിൽ തന്നെ മരണപ്പെട്ടു. തുടർന്ന് അദ്ദേഹവും ഈ ലോകത്തിൽ ഒരു പരദേശിയായിരുന്നു. യോശുവയും അങ്ങനെ തന്നെ. അങ്ങനെ ഈ ലോകത്തിൽ എല്ലാവരും പരദേശിയായിരുന്നു എന്ന് ദാവീദ് രാജാവ് പറയുന്നു. അതുപോലെ തന്നെയാണ് നമ്മളും ഈ ലോകത്തിൽ പരദേശികളാണ്, അതിഥികളും പരദേശികളുമാണ്. ഈ വചനം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ ലോകത്തിലെ സകല മനുഷ്യരും പരദേശികളാണ്. നമ്മുടെ സ്വന്തം ദേശം ഏത് ആണ് എന്നുള്ളതാണ് നാം തിട്ടപ്പെടുത്തേണ്ടത്. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സ്വർഗമാണോ? ഇല്ല. ദുഷ്ടനായ സാത്താൻ നമ്മെ കൊണ്ടുപോകാൻ പോകുന്ന നരകമാണോ നമ്മുടെ ദേശം എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ സ്വദേശം എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഒരു ക്രിസ്തീയ ദൈവ പൈതൽ, ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്ന ദൈവ പൈതൽ, സർവശക്തൻ ഒരുക്കിയിരിക്കുന്ന സ്വർഗമാണ് തൻ്റെ സ്വദേശമായി കാണുന്നത്. ദാവീദ് രാജാവ് വ്യക്തമായി പറയുന്നു, ഈ ലോകത്തിൽ മനുഷ്യൻ മരിക്കും. കാരണം മനുഷ്യൻ്റെ ആയുഷ്കാലം ഒരു നിഴൽ പോലെയാണ്, ഒരു സ്ഥിരതയുമില്ല. രാവിലെ ഒരു നിഴലായിരിക്കും, ഉച്ചയ്ക്ക് മറ്റൊരു ഭാവത്തിലായിരിക്കും, വൈകുന്നേരം അത് മറ്റൊരു ഭാവത്തിലായിരിക്കും. ഒരു സ്ഥിരതയുമില്ലാത്ത ഒരു പ്രതിഭാസമാണ് നിഴൽ എന്ന് പറയുന്നത്. ആകയാൽ മനുഷ്യൻ്റെ ആയുസ്സിന് ഒരു സ്ഥിരതയുമില്ല എന്ന് വ്യക്തമായി ദാവീദ് പറയുന്നു. ഈ വചനം നാം കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, നാം ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും, എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും, നാം എന്തൊക്കെ ഈ ലോകത്തിൽ ആകുവാൻ ശ്രമിച്ചാലും, ഒരു ദിവസം മരണം നമ്മെ കൊണ്ടുപോകുമ്പോൾ ഈ ലോകത്തിൽ എല്ലാം ഉപേക്ഷിച്ചാണ് പോകുന്നത്. മരണം എന്ന് പറയുന്നത് നാം ജനിക്കുമ്പോൾ തന്നെ നമ്മോട് കൂടെ കൂടുന്ന ഒരു അതിഥിയാണ്. ഒരു ദിവസം നിശ്ചയമായും നാം മരിക്കും. മരണം നമ്മെ പിടിക്കും. ഈ ലോകത്തിന് അത് തടയുവാൻ സാധിക്കുകയില്ല. മരണം അപ്രതീക്ഷിതമാണ്. രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. അത് ധനവാന്റെ വീട്ടിലും വരും, ദരിദ്രൻ്റെ വീട്ടിലും വരും, രാജാവിൻ്റെ വീട്ടിലും വരും, രാജഭൃത്യൻ്റെ വീട്ടിലും വരും. സകലയിടത്തും മരണം കടന്നു വരും. അവൻ മരണം നമ്മെ പിടിക്കും.
സങ്കീർത്തനങ്ങൾ 102:11 പറയുന്നു, എൻ്റെ ആയുസ്സ് ചാഞ്ഞു പോകുന്ന ഒരു നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. സങ്കീർത്തനം 144:4 പറയുന്നു, മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ, അവൻ്റെ ആയുഷ്കാലം കടന്നുപോകുന്ന ഒരു നിഴൽ പോലെ. സങ്കീർത്തനം 39:5 പറയുന്നു, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. ഈ മനുഷ്യനെക്കുറിച്ച് സങ്കീർത്തനം 39:6 പറയുന്നു, മനുഷ്യർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. മനുഷ്യർ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്ന് അറിയുന്നില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ലോകത്തിൽ നാം എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും, അന്യൻ്റെ വസ്തുവിനെ വെട്ടിപ്പിടിക്കുമ്പോൾ, അന്യൻ്റെ വസ്തുവകകളെ നാം നേടിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ, നമുക്ക് അർഹതയില്ലാത്തതിനെ നാം എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, ഈ ലോകത്തിൽ നമുക്ക് ഒന്നും ശാശ്വതമല്ല. നാം ദൈവത്തെ അറിഞ്ഞവരായാലും ദൈവത്തെ ദ്വേഷിക്കുന്നവരായാലും ഈ ലോകത്തിൽ പരദേശിയാണ്. ഒരു ദൈവ പൈതലിൻ്റെ ദേശം സ്വർഗവും, അതായത് ക്രിസ്തു സർവശക്തനായ ദൈവം ഇരിക്കുന്ന നാടും, ഒരു ദൈവ പൈതൽ അല്ലാത്തവരുടെ ദേശവും നിത്യ നരകവുമായിരിക്കും. നാം സർവശക്തനായ ഒരു ദൈവ പൈതലിൻ്റെ മക്കളായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്വദേശം സ്വർഗമായിരിക്കും. ആകയാൽ നാം കാൽവരിയിൽ യാഗമായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നാം നോക്കുക. നാം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ആ ക്രിസ്തുവിൻ്റെ പൈതലായി ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തിൽ നാം മരിച്ചാലും പുനരുത്ഥാന നാളിൽ നാം ജീവിക്കും, അത് നിശ്ചയമാണ്. നമ്മുടെ പാപങ്ങളെ ക്രിസ്തുവിനോട് ഏറ്റുപറയുക. ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നു എന്നല്ല, ഇന്ന് ഞാൻ എന്താകുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്നലെ വരെ ഞാനൊരു പാപിയായിരിക്കാം, മദ്യപാനിയായിരിക്കാം, ലോകത്തിലെ മ്ലേച്ഛമായ ഏതു പ്രവൃത്തിയിൽപ്പെട്ടവനുമായിരിക്കാം. ഇന്ന് ഞാൻ ആരാകുന്നു, ക്രിസ്തുവിൽ ഞാൻ ഇന്ന് മുതൽ എങ്ങനെ ജീവിക്കുന്നു, അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളുണ്ടായിരിക്കാം, രോഗങ്ങളുണ്ടായിരിക്കാം, പ്രശ്നങ്ങളുണ്ടായിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നും നമ്മെ സഹായിപ്പാൻ സർവശക്തനായ യേശുവുണ്ട്. നമ്മുടെ സമാധാനത്തിനായി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യാഗമായി, നമ്മുടെ രോഗത്തിനു വേണ്ടി നമ്മുടെ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുവാൻ ദൈവം സ്വർഗത്തിലെ കർത്താവ് തൻ്റെ അടിപ്പിണരുകൾ ഏറ്റുവാങ്ങി. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. നാം ചെയ്തിരിക്കുന്ന സകല അകൃത്യങ്ങളുടെയും സകല ലംഘനങ്ങളുടെയും ശിക്ഷ ഏറ്റുവാങ്ങിയത് യേശു കർത്താവാണ്. എന്തിനാണെന്നറിയാമോ? നമുക്ക് ഇതൊന്നും സഹിക്കുവാൻ സാധിക്കുകയില്ല എന്നു മാത്രമല്ല, നാം വിടുതൽ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ദൈവം നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചതാണ്. ആകയാൽ കാൽവരിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുക. ആ ക്രിസ്തുവിനെ നോക്കി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ ദൈവത്തോടും മനുഷ്യരോടും ഏറ്റുപറഞ്ഞ് നാം ക്രിസ്തുവിൽ ദൈവ മക്കൾ ആയിത്തീരുക. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഒരു ദിവസം ഞങ്ങളെ തേടി മരണം വരും എന്ന് ഞങ്ങൾ വ്യക്തമായി അറിയുന്നു. എന്നാൽ ഞങ്ങൾ ജീവിക്കേണ്ടതിനും ആത്മീയമായി ഉണരേണ്ടതിനും സർവശക്തനായ ദൈവം സർവശക്തനായ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി യാഗമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. ആ ക്രിസ്തുവിൽ ഞങ്ങൾ ജീവിക്കേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അപ്രതീക്ഷിതമായ മരണത്തിൽ നിന്ന് പ്രത്യാശയുള്ള ജീവനിലേക്ക് യാത്ര ചെയ്യുവാനും പ്രത്യാശ വയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപയും കടാക്ഷവും ഞങ്ങൾക്കുണ്ടാകണമേ. വചനം കേൾക്കുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ നല്ല ദൈവപിതാവേ, ആമേൻ. നിങ്ങളെ ഏവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.